ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാർത്തിക കല്യാണിയോടും പ്രകാശനോടായിട്ട് പറയാം അവൻ ജയിലിൽ ചാടാൻ വിദഗ്ധനാണെന്ന്. നമ്മുടെ ഗംഗപ്രസാദ് ശരിക്കും പറഞ്ഞാൽ അത് രണ്ടുപേരെയും ഞെട്ടിച്ചു. എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പറയാം, മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ കാർത്തിക പറയാം അവൻ ചെന്നൈയിൽ ജയിലിൽ ചാടിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും ചാടും. അപ്പോൾ കല്യാണി പറയാതെ ഈ കിരണേട്ടൻ ജയിൽ വാർഡനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട, അവൻ എന്തായാലും പരോള് കിട്ടത്തില്ല, അവൻ ജയിൽ ചാടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നേരെ പ്രകാശം പറയാം അവൻ മിടുക്കനാണ്, എൻ്റെ മരുമോൻ മിടുക്കനാക്കിരൻ, അവൻ്റെ അവൻ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളാരും പേടിക്കുകയൊന്നും വേണ്ടാന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അവനെ തോപ്പിക്കാൻ മാത്രമൊന്നും അവനായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പ്രകാശം പറയാം അതെ ഞാനൊന്ന് ഒറ്റയ്ക്ക് നടന്നു നോക്കട്ടെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയാതെ വേണ്ടാന്ന് പറയുമ്പോൾ കല്യാണി പറയാം അതെ നടക്കട്ടെ എന്ന് പറയും. അതാ എൻ്റെ കല്യാണി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നേരെ നടക്കുകയാണ് കേട്ടോ. പതുക്കെ നടക്കുന്നുണ്ട് ഞൊണ്ടി ഞൊണ്ടി. പക്ഷേ പെട്ടെന്ന് മറിയുമ്പോൾ രണ്ട് പെൺമക്കളും കൂടി കയറി പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രകാശം പറയാതെ ഞാൻ ഒന്നുകൂടി നടന്നാലോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇനി നടക്കണ്ട, ഇനി നമുക്ക് മുറിയിലേക്ക് പോവാം, മുറിയിൽ പോയിട്ട് വിശ്രമിക്കുക. അല്ല ഞാൻ ഒന്നുകൂടി ഒറ്റയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഷാരി ഇങ്ങനെ കിരണിൻ്റെ അച്ഛനും അമ്മയുള്ള വീട്ടിലാണല്ലോ താമസിക്കുന്നത്, നമ്മുടെ രൂപയുടെയും ചന്ദ്രൻ്റെയും വീട്ടിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നുണ്ട് കസേര ഇരുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. കരയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാരി കരയുന്നത് നമ്മുടെ സരയുവിനെ കാണാനില്ലല്ലോ, അതൊക്കെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രൂപ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രൂപ പറയുകയാണ് എല്ലാ ഭാഗത്തും അന്വേഷിക്കുന്നുണ്ട്, പേടിക്കേണ്ട, എവിടെ നിന്നായാലും കിട്ടും, കിട്ടാതിരിക്കില്ല, മോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടാകുമോ എന്ന എൻ്റെ വിഷമം എന്ന് ഷാരി പറയുക കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അതൊക്കെ കിട്ടും, വിഷമിക്കേണ്ട, പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൾ എല്ലാവരെയും വിഷമിപ്പിക്കുക അതിനു വേണ്ടി ഉണ്ടായൊരു സന്തതിയാണല്ലോ, എന്ത് ചെയ്താലും ഏത് നിമിഷവും എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടായൊരു സാധനമാണല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. അവൾക്ക് അവളെക്കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ലല്ലോ എന്നൊക്കെ രൂപ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം കല്യാണിയും കിരണും കൂടി ഇങ്ങനെ കട്ടിലിൽ ചാരിയിരിക്കും കേട്ടോ അവരുടെ ബെഡ്റൂമിൽ. അപ്പോൾ കല്യാണിയോട് കിരൺ ചോദിക്കുക അതെ കല്യാണി താരാൻ്റെയുടെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്താ തോന്നിയേ? താരാൻ്റെയുടെ വീട്ടിൽ പോയിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ചെറിയ സംശയമില്ല അതില്ല, താരാൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഷാരി ആൻറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ശരിയാണോ? അപ്പം കിരൺ പറയുകയാണ് ഷാരി ആൻറ്റി ശരിക്കും വീട്ടിലൊരു സെർവൻറ്റിൻ്റെ പരിഗണന പോലും അമ്മയും അച്ഛനും കൊടുക്കുന്നില്ല, പിന്നെ അവിടുന്ന് താരാൻ്റി പോകേണ്ട കാര്യമില്ല, പോരാഞ്ഞിട്ട് താരാൻ്റിയുടെ പേരക്കുട്ടി അവിടെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും പോവേണ്ടതല്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്ത, എന്തോ ഉണ്ട്, ഇനി സരയു എവിടെയെങ്കിലും ഉണ്ടെന്ന് താരാൻ്റിക്ക് അറിയാവോ എന്ന് പറയുക. നമുക്കറിയത്തില്ല, പിന്നെ എങ്ങനെ താരാൻ്റി അറിയുമെന്നാണ് കല്യാണിയും പറയുന്നത്. അപ്പോൾ കല്യാണി പറയുവാണ് ചിലപ്പോൾ ഇനി ആരെയും സരയുവിനെ കാണാത്ത വിഷമം കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം അതല്ല, അങ്ങനെ വിഷമം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവണമെന്നല്ല ആഗ്രഹിക്കുന്നത്, ആൻറ്റിക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല, എന്തായാലും നമ്മളൊന്ന് ആൻറ്റിയെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോരാമെന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചായ കുടിക്കാനൊന്നും ആൻറ്റി അകത്തോട്ട് ക്ഷണിച്ചില്ലല്ലോ, അല്ലാത്തപ്പോൾ അങ്ങനെ ചായ കുടിക്കാനൊക്കെ വിളിക്കുന്നതാണല്ലോ എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയുക അത് ചിലപ്പോൾ മകള് ഇങ്ങനെയൊക്കെ പോയതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും ആൻറ്റി നമ്മൾ അകത്തോട്ട് ക്ഷണിക്കാത്തത്, ഇപ്പോൾ ചായ തന്നില്ല എന്നും പറഞ്ഞ് ആൻറ്റിയെ സംശയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് കിരൺ പറയും എന്തായാലും ഉത്തരം കിട്ടും, ഉടനെ കിട്ടും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ താര ചായ ഉണ്ടാക്കുക ചായ പാലിലേക്ക് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കി രുചിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ താര ഭയങ്കര സന്തോഷത്തോടെ കേട്ടോ കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചായ അരിച്ചൊരു കപ്പിലാക്കിയിട്ട് നേരെ ഒരു കപ്പ് സോസർ എടുക്കുകയാണ്, അതിനകത്തൊരു കപ്പിലേക്ക് പകർത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചായയുമായിട്ട് നേരെ സരയിൻ്റെ റൂമിൽ ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ സരയും നല്ല ഉറക്കമാണ്. അപ്പോൾ നേരെ അടുത്ത് കുറച്ച് നേരം നോക്കുന്നതിന് ശേഷം തട്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സരയു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ദേ നിൽക്കുന്ന താര അപ്പോൾ സന്തോഷത്തോടെ എഴുന്നേൽക്കുക. അപ്പോൾ ഇതേ മോളെ ചായ എന്ന് കാണിക്കുവാണ്. താരക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പം അമ്മ ചായ കൊണ്ടുവന്നല്ലേ, അപ്പോൾ എന്തായാലും ഇനി കിടന്നിട്ട് കാര്യമില്ല, അമ്മ ഒന്ന് പിടിച്ചെന്ന് മതി കയ്യെ പിടിച്ചിട്ട് അതൊക്കെ അങ്ങ് എഴുന്നേക്കും കേട്ടോ ചെയ്യുന്നത്. എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് അപ്പോൾ താര ചോദിക്കും ഇങ്ങനെ ഉണ്ടെന്ന് കൈ കൊണ്ട് ചോദിക്കുമ്പോൾ പറയുകയാണ് നല്ല ചായ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ ഇരുന്നിട്ട് പറയും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമേ, ഞാൻ ഇന്നലെ മോളെ സ്വപ്നം കണ്ട് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, അമ്മ ഒന്ന് ചെന്നിട്ട് മോളെ എടുത്തിട്ട് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി,
എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് 2 മണിക്കൂറിന് ശേഷം തിരിച്ചു കൊണ്ടാക്കാം. ഞാൻ മോളെ പിടിച്ചു വെക്കുമെന്നൊന്നും അമ്മ പേടിക്കണ്ട, ഇനി മോളെ കണ്ടില്ല എനിക്ക് ഉറക്കം പോലും കിട്ടില്ല എന്നൊക്കെ പറയുവാണേ. അപ്പോൾ കല്യാണിയും ഇങ്ങോട്ട് കൂടുതൽ സമയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കല്യാണിയും കിരണൊക്കെ സംശയിക്കും. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പതുക്കെ വന്നാൽ മതി എന്ന് പറയുവാണേ. ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ രാഹുലും ഗംഗപ്രസാദും വിക്രമൊക്കെ കൂടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രാഹുലിനാണെങ്കിൽ അവൻ്റെ മരുമോൻ്റെ അവസ്ഥ ഓർത്തിട്ട് ഒരു പ്രാന്താകണം, മോളെ ഇങ്ങനെയൊക്കെ ചതിച്ചവനല്ലേ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിങ്ങളുടെ മരുമോൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, മിക്കവാറും അവൻ ഇങ്ങോട്ട്, എൻ്റെ മരുമോനോ അങ്ങനെ എങ്ങാനും പറഞ്ഞ് നിൻ്റെ കർണം ഞാൻ അടിച്ചു പോകുമെന്ന് പറഞ്ഞ് രാഹുലിനങ്ങ് ദേഷ്യം വരും കേട്ടോ. അപ്പം ഗംഗ പറയാം, അല്ല അവൻ പറഞ്ഞെങ്കിലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ മോളുമായി ബന്ധം പിരിയാത്തത്രയും കാലം അവൻ നിങ്ങളുടെ മരുമോൻ തന്നെയാണല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷേ എങ്കിലും ഇനി അവൻ ക്രിമിനലാണ്, അവനെ കൂടി ഇങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് കൂട്ടാവുന്നതൊക്കെ ഗംഗപ്രസാദ് പറയുകയാണ്. എനിക്ക് അവൻ്റെ ഒരു കൂട്ടും വേണ്ട, അപ്പം അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറയുമ്പോൾ വിക്രത്തിനോട് നമ്മുടെ ഗംഗ പറയുകയാണ്, അവനെൻ്റെ ഫ്രണ്ടാണ്. നീ എന്താടാ പറഞ്ഞേ? അല്ല ഒന്നും പറഞ്ഞില്ല, ഒരു ക്രിമിനൽ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതല്ലേ, ശക്തി കൂടൂലേ. അപ്പോൾ രാഹുൽ പറയും എനിക്ക് ആരെയും ശക്തി വേണ്ടടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ രാഹുൽ പറയാം, അപ്പോൾ നിനക്ക് അവന് നേരത്തെ അറിയാവുന്നതാണോന്ന് ചോദിക്കുക. അല്ല ഞാൻ ഈ പത്രവാർത്ത കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണെന്ന് ഗംഗ പറയണം കേട്ടോ. വിക്രം പറയണം ഓരോരുത്തർക്കും ഓരോ കഴിവല്ല, അവനെന്തായാലും സമ്മതിക്കണം എന്ന് പറയണം. അവൻ പറഞ്ഞത് കേട്ടോ, കൺമണി മോളെ അവന് ഭയങ്കര സ്നേഹമാണെന്ന്, 2 വർഷം ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ചതല്ലേ, അപ്പോൾ അവന് സ്നേഹം ഉണ്ടാകില്ലെന്ന് ഗംഗ ചോദിക്കുക. പിന്നെ അവന് ആരോടും ഒരു സ്നേഹവും ഇല്ല. എന്തായാലും നമുക്കിപ്പോൾ അവനെ വിട്ടുകളയാന്ന് പറയുമ്പോൾ രാഹുൽ പറയാം, അവനങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല, അവനെ ഞാൻ വെട്ടി നുറുക്കി എൻ്റെ മോളുടെ മുമ്പിൽ കൊണ്ടിടും. എൻ്റെ മോളിൽ ഞാൻ തിരുവോണം ഉണ്ണാൻ ചെന്നപ്പോൾ എൻ്റെ മോൾ മെൻ്റൽ ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. അപ്പോൾ വിക്രം പറയാം, അനാവശ്യ സെൻറ്റിമെൻ്റലൊക്കെ പിന്നെ രാഹുലങ്കളെന്ന് പറയുമ്പോൾ, എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ, ഇത് സെൻറ്റിമെൻ്റൽ അല്ലടാ എന്ന് പറയുകയാണേ. ഇതേ സമയത്ത് നമ്മുടെ താരാൻറ്റി നേരെ നമ്മുടെ സരയുവിൻ്റെ തലയിലൊക്കെ താളിയൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. അപ്പോൾ സരയു പറയാം, അമ്മ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്, എന്ത് സുഖം ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ എൻ്റെ അമ്മയല്ലെങ്കിലും അവിടെ ഒരു അമ്മയുണ്ട്, എന്നെ ജനിച്ച കാലം മുതൽ വളർത്തിയ എൻ്റെ പോറ്റമ്മ. അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയും കൈവേദനിക്കണമെന്നും പറഞ്ഞ് പോകാറുണ്ട്, പക്ഷേ എന്നാലും ആൾ പാവാണ്. അവിടെ താരാൻറ്റി ആയാലും, അവിടെ താരമല്ല രൂപാൻറ്റി ആയാലും അങ്കിളായാലും ഇപ്പം അമ്മയും കൂടെ ഉണ്ടെങ്കിലും അവർ പാവങ്ങളാണ്, എല്ലാവരും പാവങ്ങളാണെന്ന് പറയാം. എന്നിട്ട് പറയാം, എൻ്റെ മോളെയാണെങ്കിൽ പ്രസവിച്ച് അന്ന് മുതൽ നോക്കിയത് എൻ്റെ പോറ്റമ്മയാണ്, അപ്പോൾ അതുകൊണ്ട് പാവമാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അവരെ അമ്മയാണ്, എൻ്റെ അച്ഛൻ അവരെയും പറ്റിച്ചു, അവസാന സമയത്താണ് അറിയുന്നത് ഞാൻ അവരുടെ മോളല്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ താളി മസാജിങ് കഴിഞ്ഞിട്ട് ഇവൾ കുളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ മോള് കുളിക്കാൻ പോക്കോ, ഈ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചൂടുവെള്ളം വേണ്ട വെച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് പോയിട്ട് വാ, എന്നിട്ട് ഫുഡ് തരാമെന്ന് പറയുവാണ്. എന്നിട്ട് നേരെ നമ്മുടെ താര അടുക്കളയിലേക്ക് പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സരയു കുളി കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാർ ചട്നി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സരയു പറയും എൻ്റെ ഫേവറേറ്റ് സാധനമാണല്ലോ, ആ മോള് കഴിക്കുന്ന പറയുമ്പോൾ ഇത് കഴിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പം തന്നെ കഴിക്കുവാന്നും പറഞ്ഞ് അവളങ്ങനെ കഴിക്കുക കേട്ടോ. അവൾ കഴിക്കുമ്പോഴും അവൾക്ക് വിഷമമുണ്ട്, അമ്മ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണേന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുവാണ് നമ്മുടെ താരെ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, അമ്മ പോയി മോളെ കൊണ്ടുവരുന്നവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. അപ്പോൾ നീ ഒറ്റയ്ക്ക് ഇരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്ക് ആകെ ദേഷ്യമുള്ള മനോഹരനോട് മാത്രമാണ്, അവനിപ്പോൾ ജയിലിലായാലോ, അവനോട് മാത്രമേ എനിക്ക് വൈരാഗ്യമുള്ളൂ, വേറെ ആരോടും വൈരാഗ്യമില്ല, അമ്മ സമാധാനമായിട്ട് പോയിട്ട് വാന്നും പറഞ്ഞിട്ട് പറയുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.